Good morning. Okay, Reshma, good morning. തുടങ്ങാം അപ്പൊ നമുക്ക് ഓക്കെ പറഞ്ഞ അഞ്ജുഷ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവരും വായിച്ചു നോക്കിയോ? നമ്മൾ ഇന്നലെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയില്ലേ, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, അത് വായിച്ചു നോക്കിയോ? എടുത്തോടത്തോളം വരെ ക്ലിയർ ആണോ? അത്രയും ഭാഗങ്ങള് ഓക്കെ ആണോ? ആരും ക്ലാസ്സിലില്ലേ? ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ, എന്തുപറ്റി? Good morning. Okay, Good morning, ma'am. Okay, good morning. ശരി, അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഓക്കെ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പബ്ലിക് റിലേഷൻ അല്ലെ. പബ്ലിക് റിലേഷൻ എന്താണ്? പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ബെർണേഴ്സ് ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് PR ബുക്ക് അല്ലെ, ബുക്കിന്റെ പേരെന്താണ്? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, പിന്നെ ആദ്യമായിട്ട് ഒരു പബ്ലിക് റിലേഷൻ കൗൺസിൽ രൂപീകരിച്ചതും ആര് തന്നെയാണ്? എഡ്വേർഡ് ബെർണേഴ്സ് ആണ്. പിന്നെ നമ്മള് രണ്ട് ഡെഫിനിഷൻസ് കണ്ടു പബ്ലിക് റിലേഷന്റെ അല്ലെ. ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് പബ്ലിക് റിലേഷന്റെ നീഡ് എന്താണ്, അല്ലെങ്കിൽ ഒരു പബ്ലിക് റിലേഷന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് നമ്മൾ കണ്ടത്. പിന്നെ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ്. ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ്, രണ്ട് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ല, ഓപ്പറേറ്റീവ് മെത്തേഡ്. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിന് അവരുടെ മെസ്സേജസ് പബ്ലിക്കിലോട്ട് കൺവേ ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഏതൊക്കെ രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിന്റെ മെസ്സേജസ് ഏതൊക്കെ രീതിയിൽ ഒരു പബ്ലിക്കിലേക്ക് അവർക്ക് എത്തിക്കാനായിട്ട് സാധിക്കും, അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. അതിപ്പോ ഈ പറയുന്ന പോലെ മാസ് മീഡിയാസ് വഴിയാവാം. ഇപ്പൊ TV, റേഡിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആ രീതിയിൽ മെസ്സേജസ് കൺവേ ചെയ്യാം. സജഷൻ ബോക്സുകള് അല്ലെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്തുമ്പോൾ ഹോസ്പിറ്റൽ ടൂറുകള്, ഓപ്പൺ ഡേ ഹൗസ്, ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, എക്സിബിഷൻസ് അല്ലെ, ഹെൽത്ത് എക്സിബിഷൻസുകള് അല്ലെ, ഇതൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ്? ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിന് അവരുടെ സേവനങ്ങളെ പറ്റിയിട്ട് പബ്ലിക്കിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. നമ്മൾ ഇന്നലെ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കാണുന്നത് കുറച്ച് ബോക്സുകളാണ് നമുക്കിനി കാണുന്നത്. ഈ ബോക്സിൽ പുതിയതായിട്ട് ഒരു പോയിന്റുകളും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ഇന്നലെ പഠിച്ച കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ഏകദേശം ഒരു 9ഓളം പോയിന്റുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം പോയിന്റുകൾ തന്നെയാണ് ഇവിടെ പല ബോക്സുകളിലായിട്ടും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നമുക്ക് വായിക്കാം. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യൻസ്, their relatives and visitors. സെയിം പോയിന്റ് ആണ് നമ്മൾ ഇന്നലെ ഫസ്റ്റ് പഠിച്ച പോയിന്റ് ആണ് അല്ലെ. ഇത് തന്നെ, അതായത് ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, their relatives and visitors. ആ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, their relatives and visitors അല്ലെ. ഈ പറയുന്ന ഹോസ്പിറ്റലിലോട്ട് വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, മറ്റ് വിസിറ്റേഴ്സുകൾക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ
പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്, നല്ലൊരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ് അല്ലെ. പേഷ്യൻസ്, വിസിറ്റേഴ്സ്, അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ അവര് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവര് എൻക്വയറി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇപ്പോഴൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന്, അറ്റ് എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ. ശരിയല്ല, അറ്റ് എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ. എൻക്വയറിക്കായിട്ട് പേഷ്യൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് വരുന്ന സമയത്ത്, രജിസ്ട്രേഷന്റെ സമയത്തൊക്കെ അവർക്ക് പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ആ സമയത്ത് അവർക്ക് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ എപ്പോഴാണ് ഓൾ പേഷ്യൻസ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അപ്പ് അല്ലെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമയത്ത് അല്ലെ, ഒരു ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റിയിട്ട് നമ്മൾ ചോദിക്കും. നമ്മൾ മീൻസ് ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റി എന്താണ് അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സുകളോ ഈ പറയുന്ന വിസിറ്റേഴ്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം അല്ലെ. പിന്നെ എന്താണ്, ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ് വെൽ. അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് രോഗിയുടെ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ തരാൻ സാധിക്കുന്നത് ആർക്കായിരിക്കും? അവര് ചികിത്സിക്കുന്ന ഡോക്ടർക്കായിരിക്കും. ശരിയല്ലേ? ആ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്ന ഡോക്ടർ ആരാണോ, ഫിസിഷ്യൻ ആരാണോ, അവർക്കാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എപ്പോഴും എന്താണ്, വിസിറ്റേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വരുന്ന സമയത്ത്, അവരുടെ എൻക്വയറി സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും രജിസ്ട്രേഷൻ സമയത്ത് അവരുടെ അന്വേഷണങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു നല്ല കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. ഓക്കെ, അത്രയും. രണ്ടാമത്തത് എന്താണ്, an open house approach. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഓപ്പൺ ഡേ ഹൗസിനെ പറ്റി പറഞ്ഞു അല്ലെ. an open house approach to the visitors without interfering in the routine medical care functions. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലെ പതിവ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതും മറ്റൊരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡിൽ വരുന്നതാണ്. ഓപ്പൺ ഡേ ഹൗസ് അല്ലെ. അതായത് നമ്മൾക്ക് എന്താണ്, ഹോസ്പിറ്റലിൽ ഒരു ഓപ്പൺ ഡേ ഹൗസ് കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റിയിട്ട് പബ്ലിക്കിനെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. പക്ഷെ അങ്ങനെ ആളുകൾ വരുന്ന സമയത്ത് ഒരിക്കലും ഹോസ്പിറ്റലിന്റെ പതിവ് പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരാത്ത രീതിയിൽ, ഇന്റർഫറൻസ് വരാത്ത രീതിയിൽ ഓപ്പൺ ഡേ ഹൗസുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിന് പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ നോക്കാം, ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ് cannot be avoided in our peculiar socio-cultural ethos. അല്ലെ, ശരിയാണ്. നമ്മൾ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു രീതി അങ്ങനെയാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ കാണാൻ പോകുന്ന ഒരു പതിവുണ്ട് അല്ലെ. നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഒരിക്കലും നമുക്ക് പേഷ്യൻസിനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ ആ ഒരു കൾച്ചറിൽ നമുക്ക് സാധിക്കില്ല. ഓക്കെ, നമ്മുടെ ഒരു രീതി അങ്ങനെയാണ് അല്ലെ. ഓക്കെ, the queries of relatives and visitors can be satisfied if a doctor or senior nurse conversant with ward is made available in the ward during visiting hours for this purpose. അപ്പൊ നമ്മള് ഈ വിസിറ്റിംഗ് അവേഴ്സിലാണ് നമ്മൾ പേഷ്യൻസിനെ കാണാനായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഈ പേഷ്യൻസിനെ കാണാനായിട്ട് വരുന്ന സമയത്ത് പേഷ്യന്റിന്റെ ഹെൽത്തിനെ പറ്റിയിട്ട് ഇപ്പൊ അവരുടെ റിലേറ്റീവ്സോ ഈ പറയുന്ന റിലേറ്റീവ്സ് ഒക്കെ അന്വേഷിക്കുന്ന സമയത്ത് അതിന് പ്രോപ്പർ ഇൻഫർമേഷൻ കൊടുക്കുന്നതിനായിട്ട് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സോ അവിടെ അവൈലബിൾ ആവുന്നത് നല്ലതായിരിക്കും. കാര്യം അവർക്കാണ് കറക്റ്റ് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് പറ്റുക. ഒരു രോഗിയെ പറ്റിയുള്ള വിവരങ്ങൾ, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ പറ്റി കറക്റ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത് അവരെ ചികിത്സിക്കുന്ന ഡോക്ടർക്കും നഴ്സിനുമാണ്. അപ്പൊ നമ്മൾ ഈ വിസിറ്റിംഗ് അവേഴ്സില് റിലേറ്റീവ്സും മറ്റുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ പേഷ്യൻസിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവിടെ ആ ഒരു വാർഡില് വിസിറ്റിംഗ് അവേഴ്സിന്റെ സമയത്ത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു സീനിയർ നഴ്സോ അവൈലബിൾ ആവുന്നത് നല്ലതായിരിക്കും. ഓക്കെ,
അതുകൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് റൗണ്ട്സ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് കേട്ടോ. അതുപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഇടയ്ക്ക് പേഷ്യൻസിന്റെ ഇടയിൽ റൗണ്ട്സ് ചെയ്യാവുന്നതാണ്. കാര്യം അഡ്മിനിസ്ട്രേറ്റീവ് സംബന്ധമായിട്ട് അവർക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കുകളോ മറ്റോ കൊടുക്കാനുണ്ടെങ്കിൽ, പേഷ്യൻസിന് എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ കാര്യങ്ങളൊക്കെ അറിയിക്കാനുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഇടയ്ക്ക് അവർക്കിടയിൽ റൗണ്ട്സ് നടത്താവുന്നതാണ്. However, they should be as informal as possible. കഴിയാവുന്നിടത്തോളം കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇൻഫോർമൽ ആയിരിക്കണം ആസ് പോസിബിൾ. അല്ലെ, വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലല്ല നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. തികച്ചും എന്താണ്, വളരെ കാഷ്വൽ ആയിട്ട് വേണം നമ്മൾ പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അല്ലെ, നമ്മൾ വളരെ ഫോർമൽ ആയിട്ടുള്ള രീതിയിലല്ല ഒരിക്കലും നമ്മൾ പേഷ്യന്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് വളരെ ഇൻഫോർമൽ ആയിട്ട്, ഒരു കാഷ്വൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അവിടെ വേറെ പോയിന്റുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇനി അടുത്തത് എന്താണ്? മൂന്നാമത്തെ ഒരു കാര്യമാണ് സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ്. സൈനേജ് ബോർഡുകള്, നെയിം ബോർഡുകൾ നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള സൈനേജ് ബോർഡുകള്, നെയിം ബോർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഹോസ്പിറ്റല് അവിടെയുള്ള സേവനങ്ങളെ പറ്റിയിട്ട് പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മാർഗമാണ് അത് അല്ലെ. നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞേ? ഒരു ഹോസ്പിറ്റലിന് അവരുടെ മെസ്സേജസ് പബ്ലിക്കിലേക്ക് കൺവേ ചെയ്യാനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഏത് രീതിയിലും അവർക്കത് കൺവേ ചെയ്യാം. അപ്പൊ അങ്ങനെ കൺവേ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് സൈനേജ് ബോർഡുകള് അല്ലെങ്കിൽ നെയിം ബോർഡുകള് അല്ലെ. അപ്പൊ അവിടെ നമുക്കറിയാം, നമ്മൾ മിക്കവാറും ഹോസ്പിറ്റൽ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സൈനേജ് ബോർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ ഫ്ലോറിലാണ്, എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആരോട് ചോദിക്കാതെ തന്നെ നമുക്ക് ആ സൈനേജ് ബോർഡുകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ്. അപ്പൊ സൈനേജ് നെയിം ബോർഡുകളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് എന്താണ്? ഈസിയാണ് അല്ലെ, ഈസിയാണ്. അതുപോലെ ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്. ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്, നമ്മൾ ഇങ്ങനെയുള്ള സൈനേജ് ബോർഡുകള്, നെയിം ബോർഡുകൾ എപ്പോഴും സ്ട്രാറ്റജിക് പ്ലേസസിൽ വേണം പ്ലേസ് ചെയ്യാൻ. സ്ട്രാറ്റജിക് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന തന്ത്രപ്രധാനമായ സ്ഥലം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ സൈനേജ് ബോർഡുകൾ, നെയിം ബോർഡുകളൊക്കെ എല്ലാ ആളുകൾക്കും വിസിബിൾ ആവുന്ന സ്ഥലത്ത് വേണം നമ്മൾ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് അല്ലെ. ആളുകൾക്ക് കാണുമ്പോൾ, കൂടുതൽ ആളുകൾ എവിടെയാണോ എൻ്റർ ആവുന്നത് അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സൈനേജ് ബോർഡുകൾ വെക്കേണ്ടത്. അല്ലാതെ ആർക്കും കാണാൻ പറ്റാത്ത മുക്കിലോ മൂലയിലോ കൊണ്ടിട്ടല്ല സൈനേജ് ബോർഡുകൾ വെക്കേണ്ടത്. എപ്പോഴും അതാണ് സ്ട്രാറ്റജിക് പ്ലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിസിബിൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കയറി വരുന്ന സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള സ്ട്രാറ്റജിക് പ്ലേസസിലായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഈ സൈനേജ് അതുപോലെ തന്നെ നെയിം ബോർഡുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അല്ലെ. ഓക്കെ, പിന്നെന്താണ്? ഓൾ റൂംസ് ഷുഡ് ബി നമ്പേർഡ് അല്ലെ. എല്ലാ റൂമുകളും നമ്പർ ചെയ്തിരിക്കണം. പിന്നെന്താണ്? പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷർ ആൻഡ് വിസിറ്റർ ഗൈഡ് അല്ലെ. അതുപോലെ അവിടെയുള്ള പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ബ്രോഷറുകള്, വിസിറ്റേഴ്സിന്റെ, ആരൊക്കെ അവരെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്, വിസിറ്റർ ഗൈഡുകള്, ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ലെ. ഒരു പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷർ അവിടെ വെക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ പേഷ്യന്റിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഹോസ്പിറ്റല് പേഷ്യന്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മളോട് കൺവേ ചെയ്യുന്ന ഒരു മാർഗമാണ് അല്ലെ. ഓക്കെ, പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷറുകള്, വിസിറ്റർ ഗൈഡുകള്, ഇതൊക്കെ ഹോസ്പിറ്റലില് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തതാണ് കംപ്ലൈൻസ്, കോംപ്ലിമെന്റ്സ്, സജഷൻസ്. ഓക്കെ, എന്താണ് പറയുന്നത്? എ പ്രൊവിഷൻ ടു ലിസൺ ടു വെർബൽ കംപ്ലൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻസിസ്റ്റിംഗ് ഓർ റിട്ടേൺ വൺസ് ഇമെയിൽസ്. ഓക്കെ, നമ്മൾ പറഞ്ഞതാണ്, അതായത് രേഖാമൂലമുള്ള പരാതികൾ മാത്രം നിർബന്ധമാകാതെ വാക്കാലുള്ള പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ എവിടെ ഉണ്ടായിരിക്കണം? ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് വരുന്നതെങ്കിൽ അവരോട് നമ്മൾ എഴുതി തരാൻ പറഞ്ഞാൽ ഒരിക്കലും അത് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വാക്കാലുള്ള അവരുടെ കംപ്ലൈൻസുകള് അല്ലെങ്കിൽ അവരുടെ സജഷൻസുകള് കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരിക്കണം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. എ പ്രൊവിഷൻ ടു ലിസൺ to verbal complaints instead of insisting or return one's emails. പിന്നെ പ്രൊവിഷൻ ഓഫ് എ സജഷൻ ബോക്സ് അറ്റ് an appropriate place. അതുപോലെ സജഷൻ ബോക്സുകൾ സ്ഥാപിക്കുക അല്ലെ. ഈ സജഷൻ ബോക്സുകളിലൂടെ എന്ത് നടക്കുന്നുണ്ട്?
കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ പബ്ലിക്കിന് നേരിട്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഹോസ്പിറ്റലിനെ അറിയിക്കണമെങ്കിൽ അവർക്ക് സജഷൻ ബോക്സുകൾ വഴി എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ. ഓക്കെ, അതും ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളാണ് അല്ലെ. ക്ലിയർ. അഞ്ചാമത്തത് എന്താണ് ഷംസീന? ആ സെന്റൻസ് ഫുൾ ടെക്സ്റ്റിൽ ഇല്ല. ഓക്കെ, അപ്പൊ ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ. അവിടെ വേറെ പോയിന്റുകളൊന്നും പറയുന്നില്ല കേട്ടോ. എടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല, കാര്യം അവിടെ വേറെ പോയിന്റുകളൊന്നും പറയുന്നില്ല. ഈ പോയിന്റുകൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് പഠിച്ചില്ലേ, ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എഴുതേണ്ടവർക്ക് എഴുതിയെടുക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ് കേട്ടോ. എന്താണ് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻ? ഒരു ഹോസ്പിറ്റലിന് പബ്ലിക്കുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസിന് എന്താണ് അവസരമൊരുക്കുന്ന അല്ലെങ്കിൽ അതിന് എന്താണ് ഈ പറയുന്ന ആക്സസിബിൾ ആക്കുന്ന മറ്റ് ഓപ്പർച്യൂണിറ്റീസുകളാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞതാണ്, ഒന്ന് ഹോസ്പിറ്റൽ ടൂർസ് ബൈ ഗ്രൂപ്പ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വാരിയസ് ഓർഗനൈസേഷൻസ്, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, റിലീജിയസ് ലീഡേഴ്സ് എക്സെട്ര. അല്ലെ, ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം, ഹോസ്പിറ്റൽ ടൂറുകൾ കണ്ടക്ട് ചെയ്യാം. സ്കൂൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്, മെമ്പേഴ്സ് ഓഫ് വാരിയസ് ഓർഗനൈസേഷൻസ്, വിവിധ ഓർഗനൈസേഷനിലെ ആളുകൾക്ക്, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, റിലീജിയസ് ലീഡേഴ്സ്, അപ്പൊ അവർക്കൊക്കെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റുകൾ നടത്താം. എങ്ങനെ നടത്തുമ്പോൾ എന്താണ്, നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ വിവരങ്ങള് നേരിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു അവസരങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ഫെയേഴ്സ്, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസ്, അതുപോലെ ഓർഗനൈസ് കാരിയർ ഡേ എക്സെട്ര. അതുപോലെ തന്നെ ഹെൽത്ത് ഫെയറുകള്, ഹെൽത്ത് എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്കുകള്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസുകളൊക്കെ എന്ത് ചെയ്യാം, കണ്ടക്ട് ചെയ്യാം. അതുപോലെ ഇൻഷുറൻസ് പ്രോഗ്രാമുകള്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാംസുകള്, കരിയർ ഡേ, ദാറ്റ് മീൻസ് ആനുവൽ ഡേ പോലുള്ളതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ പബ്ലിക്കിന് ഹോസ്പിറ്റലിലോട്ട് നേരിട്ട് വരാനും ഹോസ്പിറ്റലിന്റെ സർവീസുകളെ പറ്റി പബ്ലിക്കിന് നേരിട്ട് മനസ്സിലാക്കാനും ഹോസ്പിറ്റലിന് പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതായത് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഹോൾഡിംഗ് ഓഫ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റ്സ് എക്സെട്ര അല്ലെ. അതെ, ഹോസ്പിറ്റൽ ആനുവൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുക, ഫൗണ്ടേഴ്സ് ഡേ, സ്പെഷ്യൽ ഇവന്റുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക അല്ലെ, അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോ ഇതെല്ലാം തന്നെ ഹോസ്പിറ്റലിനും പബ്ലിക്കിനും ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലെ. All this helps in projecting every aspect of the hospital's operations, including some of the highly technical functions. അത് ഹോസ്പിറ്റലിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തന മേഖലകളെ പറ്റിയിട്ടും പബ്ലിക്കിന് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ചാൻസ് അവിടെ അതിലൂടെ ലഭിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെയൊക്കെ ലഭിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇവിടെ വേറെ പോയിന്റുകളൊന്നും പറയുന്നില്ല കേട്ടോ, ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അവിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ക്ലിയർ. നെക്സ്റ്റ് വരുന്നതാണ് സ്പീക്കേഴ്സ് ബ്യൂറോ. സ്പീക്കേഴ്സ് ബ്യൂറോയ്ക്കകത്ത് എന്താണ് പറയുന്നത്? സിഇഒ ആൻഡ് സ്റ്റാഫ് ഷുഡ് യൂസ് എവരി ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ടു അതർ സർവീസ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഹെൽത്ത് മാറ്റേഴ്സ് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് മാറ്റേഴ്സിനെ പറ്റിയിട്ട്, ആരോഗ്യ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിന്റെ സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഏറ്റവും ടോപ്പ് ഇതാണ് അല്ലെ, ടോപ്പ് അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെ സിഇഒ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു സിഇഒ മറ്റ് മെഡിക്കൽ സ്റ്റാഫുകള് ഈ ഹെൽത്ത് മാറ്റേഴ്സിനെ സംബന്ധിച്ച് മറ്റുള്ള എന്താണ് ആരോഗ്യ സംഘടനകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങള് മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഹെൽത്ത് മാറ്റേഴ്സ് ആണ് നമുക്കറിയാം, അവിടെ ഒരു കോർഡിനേഷൻ ആവശ്യമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം പുതിയ പുതിയ അസുഖങ്ങൾ വന്നു പോകുന്നുണ്ട് അല്ലെ, പുതിയ കാര്യങ്ങൾ, പുതിയ ഒരുപാട് ചാലഞ്ചസുകൾ നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സിഇഒ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാല് അവർ ഈ ഹെൽത്ത് മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളില് മറ്റുള്ള ആരോഗ്യ സംഘടനകള് അല്ലെങ്കിൽ മറ്റുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് സംസാരിക്കുന്നതിനുള്ള അവസരങ്ങള് ഉപയോഗപ്പെടുത്തണം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന
അഡ്വൈസറി കമ്മിറ്റിയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. നോക്കാം, അഡ്വൈസറി കമ്മിറ്റി, ഉപദേശക സമിതി അല്ലെ. എന്താണ് അഡ്വൈസറി കമ്മിറ്റിയുടെ റോള് പറയുന്നത്? ഇറ്റ്സ് എ റോൾ ഷുഡ് ബി ടു സജസ്റ്റ് hospital administration the methods to overcome their shortcomings and interpret the functioning of the hospital to the community. Full sentence underline ചെയ്യുക കേട്ടോ. എന്താണ് അഡ്വൈസറി കമ്മിറ്റിയുടെ പർപ്പസ് അല്ലെങ്കിൽ റോൾ എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകള് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഹോസ്പിറ്റലിന്റെ സർവീസുകള് പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് പബ്ലിക്കിന് ഒരു ധാരണ ഉണ്ടാക്കാൻ, അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതുമാണ് അഡ്വൈസറി കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. ഉപദേശക സമിതിയാണ്, ആ പേരിൽ തന്നെയുള്ള ഉപദേശക സമിതിയാണ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവരുടെ പോരായ്മകൾ ഓവർകം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് കമ്മ്യൂണിറ്റിയില് പബ്ലിക്കിന് ഒരു പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു റോളാണ് അഡ്വൈസറി കമ്മിറ്റിക്ക് ഉള്ളത്. അപ്പൊ വേണമെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഡാഷ് റോൾ ഷുഡ് ബി ടു സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ the methods to overcome their shortcomings and interpret the functioning of the hospital to the community. ഉത്തരം എന്താണ്? അഡ്വൈസറി കമ്മിറ്റിയാണ് കേട്ടോ, ഉപദേശക സമിതി. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കി നിങ്ങള്. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ, അവിടെ വേറെ പോയിന്റുകളൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾ അഡ്വൈസറി കമ്മിറ്റി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അഡ്വൈസറി കമ്മിറ്റിയുടെ റോൾ ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറയാലോ, അടുത്തതിലോട്ട് പോവാണ് കേട്ടോ. അടുത്തതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി കേട്ടോ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഇത്രയും വരെ നമ്മൾ പഠിച്ചത് പബ്ലിക് റിലേഷന്റെ ഫാദർ എഡ്വേർഡ് ബെർണേഴ്സിനെ പറ്റി മനസ്സിലാക്കി, പബ്ലിക് റിലേഷന്റെ ഡെഫിനേഷൻ നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ പബ്ലിക് റിലേഷന്റെ ആവശ്യകത, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള 2 മെത്തേഡുകൾ എന്തൊക്കെയാണ് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ വരെ പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് വേണം? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ട്, ഒരു ഹോസ്പിറ്റലിന്, ഒരു കമ്മ്യൂണിറ്റിന് ഒരു പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് കേട്ടോ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സുകൾ എന്തൊക്കെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സുകളാണ് ഉപയോഗിക്കുന്നത് നോക്കിയേ. നമുക്ക് ജസ്റ്റ് ആദ്യം പോയിന്റുകൾ ഒന്ന് വായിക്കാം. ഫസ്റ്റ് വൺ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. സെക്കൻഡ്, ജനറൽ ഒപ്പീനിയൻ പോൾ. തേർഡ്, ക്വാളിറ്റി ഓഫ് കെയർ യൂസിംഗ് ചെക്ക് ലിസ്റ്റ്. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്. Extent of voluntary efforts by the community, turnover of the health staff, consistency of the attendance of the patients in clinics and health centers, donations, inpatients who leave against medical advice.
ഇത്രയുമാണ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ എത്രത്തോളം പബ്ലിക് റിലേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ, അസസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഫസ്റ്റ് വൺ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ് അല്ലെ. പേഷ്യന്റിന്റെ സംതൃപ്തി സൂചികയാണ്. എന്ന് പറഞ്ഞാല് ഒരു ഹെൽത്ത് കെയർ സർവീസിൽ പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് നമുക്കൊരു സർവേകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. പേഷ്യൻസിനിടയിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്യാം അല്ലെ. സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഒരു ക്വസ്റ്റിനെയർ ഒക്കെ തയ്യാറാക്കി നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ സർവേകൾ നടക്കാറുണ്ട് അല്ലെ. എന്നതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ഹെൽത്ത് സർവീസസിൽ പേഷ്യൻസ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സർവേകളിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ സർവേയിലൂടെ കിട്ടുന്ന റിസൾട്ടിനനുസരിച്ച് പബ്ലിക് റിലേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അല്ലെ. അപ്പൊ അത്യാവശ്യം നമ്മൾ സർവേ നടത്തി കഴിഞ്ഞപ്പോൾ പേഷ്യൻസ്, ഒരു മെജോറിറ്റി ഓഫ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ആ ഹോസ്പിറ്റലിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് എന്താണ്, ജനറൽ ഒപ്പീനിയൻ പോളാണ് കേട്ടോ. അതായത് ഒരു ഹെൽത്ത് സർവീസസിനെ പറ്റിയിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഓവറോൾ ആയിട്ടുള്ള പെർസെപ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ജനറൽ ഒപ്പീനിയൻ പോളിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു അഭിപ്രായം, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ, ഒരു ഹെൽത്ത് സർവീസിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പൊതുജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഓവറോൾ ആയിട്ടുള്ള പെർസെപ്ഷൻ, അതിനെ പറ്റിയുള്ള ആ ഒരു ഹെൽത്ത് സർവീസ്, അതിനെന്ന് വെച്ചാൽ ഇവിടെ ഹെൽത്ത് സർവീസ് ആണ് അല്ലെ. ഹെൽത്ത് സർവീസിനെ പറ്റിയിട്ട് പൊതുജനങ്ങളുടെ, കമ്മ്യൂണിറ്റിയുടെ ഒരു ഓവറോൾ പെർസെപ്ഷൻ നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് ജനറൽ ഒപ്പീനിയൻ പോൾ, പൊതു അഭിപ്രായ വോട്ടെടുപ്പ്. ഓക്കെ, അങ്ങനെ നമുക്ക് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്, അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്യാണ്. അതായത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു കെയറിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കെയറിന്റെ സ്റ്റാൻഡേർഡ്, ഇൻക്ലൂഡിങ് എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇഫക്റ്റീവ്നെസ്, സേഫ്റ്റി, അതുപോലെ തന്നെ പേഷ്യന്റ് സെന്റേർഡ്നെസ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകളുടെ ക്വാളിറ്റി അസസ് ചെയ്യാണ്. പറഞ്ഞു മനസ്സിലായോ? ക്വാളിറ്റി ഓഫ് കെയർ യൂസിങ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കാന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ കാര്യം, പേഷ്യന്റിന്റെ സേഫ്റ്റി നമുക്ക് നോക്കാം അല്ലെ, അതുപോലെ പേഷ്യന്റ് സെന്റേർഡ്നെസ് എന്ന് വെച്ചാൽ എത്രത്തോളം രോഗി കേന്ദ്രീകൃതമായിട്ടാണ് ആ ഒരു ഹോസ്പിറ്റലിൽ സേവനങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഇഫക്റ്റീവ്നെസ് നമുക്ക് നോക്കാം അല്ലെ, കൊടുക്കുന്ന സേവനങ്ങളിൽ എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ട്, എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില കണ്ടന്റുകൾ, ചില ഫാക്ടേഴ്സുകൾ, അതെ, ഒരു ചെക്ക് ലിസ്റ്റ് തന്നെ തയ്യാറാക്കുക. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഹെൽത്ത് സർവീസുകളുടെ ആ ഒരു സ്റ്റാൻഡേർഡ്, അതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്തറിയാൻ പറ്റും, പബ്ലിക് റിലേഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇങ്ങനെയുള്ള ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് നല്ലൊരു റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം എന്താണ്, ആ ഹോസ്പിറ്റൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കുന്നുണ്ട്, അത് അവർക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് അല്ലെ, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ഓർ കൺസേൺസ് ദാറ്റ് ഈസ് റേസ്ഡ് ബൈ ദ പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് അല്ലെ. ഈ പറയുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങള് അവർ ഉയർത്തുന്ന കംപ്ലൈന്റ്സുകള് അല്ലെങ്കിൽ അവരുടെ കൺസേൺസുകള് അല്ലെ, ഇതിന്റെ എണ്ണം അല്ലെ, ആ ഒരു എണ്ണം നോക്കിക്കൊണ്ട് നമുക്ക് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സൂചനയാണോ? അല്ല. ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ആ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളില് ആളുകൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല അല്ലെ, എന്ന് പറഞ്ഞാൽ അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഇല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അതേസമയം നമ്മുടെ കംപ്ലൈന്റ്സുകളുടെ, കൺസേൺസുകളുടെ എണ്ണം കുറവാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിലെ സർവീസിൽ ആളുകൾ സാറ്റിസ്ഫൈഡ് ആണ്, അവിടെ എന്താണ് നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു ഇൻഡിക്കേറ്റർ എന്താണ്, എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. എന്താണ് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി? അതായത് കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള ആ ഒരു വോളണ്ടറി എഫർട്ടുകളുടെ വ്യാപ്തി അല്ലെ, എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഈ പറയുന്ന ഹെൽത്ത് സർവീസ് അല്ലെ, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവ്സിലൊക്കെ
ആ ഒരു അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളില് വോളണ്ടറി ആക്ടിവിറ്റീസിൽ കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്, കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നോക്കിക്കൊണ്ട് നമുക്ക് പബ്ലിക് റിലേഷനെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് ഒരു ഹെൽത്ത് കെയർ സർവീസിനെ സപ്പോർട്ട് ചെയ്യുന്ന വോളണ്ടറി ആക്ടിവിറ്റീസില് ആ ആക്ടിവിറ്റീസിൽ കമ്മ്യൂണിറ്റി എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ ഒരു റീജിയനിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റല്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ചുറ്റും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് ഒരു വോളണ്ടറി ആക്ടിവിറ്റിയുടെ ഭാഗമാണ് അല്ലെ. അപ്പോ ആളുകള് അത് സ്വമേധയാ മുന്നോട്ട് വന്ന് ആ ഒരു ആശുപത്രിയുടെ ചുറ്റും അല്ലെങ്കിൽ അതിന്റെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിനെ കമ്മ്യൂണിറ്റി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെ. അതായത് ആരും അവരെ നിർബന്ധിക്കുക, വോളണ്ടറി ആയിട്ട് ചെയ്യുന്നതാണ്. അവര് സ്വമേധയാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആളുകള് ആ ഒരു ഹെൽത്ത് കെയർ സർവീസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ നല്ല രീതിയിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഇൻവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ഒരു എന്റെ അർത്ഥം എന്താണ്? അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ ആ കമ്മ്യൂണിറ്റിയായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് കമ്മ്യൂണിറ്റിയിൽ നിന്നും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള അത്രയേറെ ഒരു പാർട്ടിസിപ്പേഷൻ ഇൻവോൾവ്മെന്റ് അവിടെ നടത്തുന്നത്. അപ്പൊ അതിന്റെ വ്യാപ്തി നോക്കിക്കൊണ്ട് നമുക്ക് പബ്ലിക് റിലേഷനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എക്സ്റ്റെൻഡ് ഓഫ് വോളണ്ടറി എഫേർട്സ് ബൈ ദ കമ്മ്യൂണിറ്റി. ഓക്കെ. പിന്നെന്താണ്? ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ജോലി മതിയാക്കി പോവുക, ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്ന ആളുകളുടെ എണ്ണം അല്ലെ. അപ്പൊ ടേൺ ഓവർ ഓഫ് ദ ഹെൽത്ത് സ്റ്റാഫ്. അതെ, നമുക്ക് ഹെൽത്ത് സ്റ്റാഫുകളുടെ ടേൺ ഓവർ റേറ്റ് നോക്കിക്കൊണ്ടും നമുക്ക് ആ ഒരു പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ആളുകൾ ടേൺ ഓവർ ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹോസ്പിറ്റല് നല്ലൊരു പബ്ലിക് റിലേഷൻ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും സാഹചര്യങ്ങളുടെ ഒരു അപാകതകൾ കൊണ്ടാവും ആളുകള് ജോലി മതിയാക്കി പോകുന്നത്. ഓക്കെ. പിന്നെന്താണ്? കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് സെന്റേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് നോക്കാം? കൺസിസ്റ്റൻസി ഓഫ് ദ അറ്റൻഡൻസ് ഓഫ് പേഷ്യൻസ് അല്ലെ. നമ്മൾ ഈ പറയുന്ന ക്ലിനിക്കുകളില് ഹെൽത്ത് സെന്ററുകളിലൊക്കെ വരുന്ന ആ ഒരു പേഷ്യന്റിന്റെ അറ്റൻഡൻസിലുള്ള ആ ഒരു കൺസിസ്റ്റൻസി, അതും നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററിൽ പേഷ്യൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആർ സാറ്റിസ്ഫൈഡ് ഇൻ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽ അല്ലെ. കൂടുതൽ ആളുകൾ അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നു പോകുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ക്ലിനിക്കിൽ പതിവായിട്ട് വന്നു പോകുന്നുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ആ ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കൊടുക്കുന്ന സേവനങ്ങളിൽ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണ്, അവര് സാറ്റിസ്ഫൈഡ് ആണ്, അവര് നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഇൻഡിക്കേറ്റർ ആണ് ഡൊണേഷൻസ് അല്ലെ. ഈ ഡൊണേഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൂടുതൽ ഡൊണേഷൻസ് വരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ കമ്മ്യൂണിറ്റി സപ്പോർട്ട് അവിടെ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. പിന്നെന്താണ്? ഇൻ പേഷ്യൻസ് ഹു ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ അല്ലെ. ലാമ ഡാമ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. മോർ ലാമ പേഷ്യൻസ്, കൂടുതൽ ലാമ പേഷ്യൻസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അല്ലെ, ഡോക്ടറുടെ നിർദ്ദേശത്തിനെതിരായിട്ട് എന്താണ് ട്രീറ്റ്മെന്റ് മതിയാക്കി പോകുന്ന പേഷ്യൻസ് അല്ലെ, ലാമ പേഷ്യൻസ്. അപ്പൊ മോർ ലാമ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ എന്താണ്? വളരെ പബ്ലിക് റിലേഷൻ മോശമായിരിക്കും എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അല്ലെ. പബ്ലിക് റിലേഷൻ മോശമാകുമ്പോഴാണ് ആളുകൾ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ലീവ് ചെയ്തു പോകുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ ഇത്രയും ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഒരു കമ്മ്യൂണിറ്റിയിൽ പബ്ലിക് റിലേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ജനറൽ ഒപ്പീനിയൻ പോൾ, ക്വാളിറ്റി ഓഫ് കെയർ യൂസിംഗ് ചെക്ക് ലിസ്റ്റ്, number of complaints received, extent of voluntary effort by community, turnover of the health staff, consistency of the attendance of patients, donations, and number of inpatients who leave against the medical advisor. Okay, clear ആണ് ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ? ഓക്കെ, വായിച്ചു നോക്കി.
ഓക്കെ ആണോ? അപ്പൊ നമ്മള് ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലാക്കി അല്ലെ? ഇനി നോക്കാം എന്താണ് ഈ ഇൻഡിക്കേറ്റേഴ്സിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കി. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ways of improving medical care and ultimately translates into better and happier patients. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമുക്കറിയാം ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പബ്ലിക് റിലേഷൻ അസസ് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് ചില സ്ട്രാറ്റജികൾ മാറ്റി പിടിക്കാനും സാധിക്കും അല്ലെ? പബ്ലിക് റിലേഷൻ നോക്കിയിട്ട് പബ്ലിക് റിലേഷൻ കുറവാണോ കൂടുതലാണോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അസസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇൻ കേസ് പബ്ലിക് റിലേഷൻസ് കുറവാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറേയും കൂടെ പുതിയൊരു പബ്ലിക് റിലേഷൻ സ്ട്രാറ്റജികൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാ സഹായിക്കുന്നത്? പബ്ലിക് റിലേഷനെ മെഷർ ചെയ്യാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാ സഹായിക്കുന്നത്? ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ അല്ലെ? മെഡിക്കൽ പരിചരണങ്ങള് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങള് തിരിച്ചറിയുന്നതിനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ് അല്ലെ? അത് എന്താണ്? അൾട്ടിമേറ്റ്ലി അത് പേഷ്യൻസിനെ ബെറ്റർ ആക്കുന്നു, അവരെ കുറെ കൂടെ ഹാപ്പിയർ ആക്കി മാറ്റുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഹെൽപ്സ് ടു ഐഡന്റിഫൈ വേസ് ഓഫ് ഇംപ്രൂവിംഗ് മെഡിക്കൽ കെയർ ആൻഡ് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം dash helps to identify the ways of improving medical care and ultimately translates into better and happier patients. എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ? ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സിലൂടെ നമുക്ക് മെഡിക്കൽ കെയർ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ തിരിച്ചറിയാനും അത് നടപ്പിലാക്കുന്നതിലൂടെ നമുക്ക് പേഷ്യന്റിനെ അൾട്ടിമേറ്റ്ലി അവരെ ബെറ്റർ ആക്കാനും അവരെ കുറേയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ അവരെ ഹാപ്പിയർ ആക്കി മാറ്റാനും സാധിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. നമ്മളൊരു ഇൻഡിക്കേറ്റർ പറഞ്ഞിരുന്നു അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ സർവേനെ പറ്റി പറയുന്ന കാര്യം ഇറ്റ് ക്യാൻ ബി കണ്ടക്ടഡ് ബൈ എൻ ഔട്ട്ഡോർ സർവേ ഏജൻസി ഓർ ഡൺ ആസ് എൻ ഇൻ ഹൗസ് സർവേ. എ സർവേ ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻസ് ഈസ് പ്രൊവൈഡ് ടു ദ പേഷ്യന്റ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് നടത്താമെന്നാണ് പറയുന്നത്. ഒന്നുകിൽ നമുക്കൊരു ഔട്ട്ഡോർ സർവേ ഏജൻസി ത്രൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇൻ ഹൗസ് സർവേ ആയിട്ട് കണ്ടക്ട് ചെയ്യാം. ഔട്ട്ഡോർ സർവേ ഏജൻസി എന്ന് പറഞ്ഞ ഒരു തേർഡ് പാർട്ടിയുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർവേ കണ്ടക്ട് ചെയ്യാം. അപ്പൊ തേർഡ് പാർട്ടി ഏജൻസി എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിന് പുറത്തുള്ള ഒരു തേർഡ് പാർട്ടി ഏജൻസി ഉണ്ട്. ആ ഏജൻസി വന്നിട്ട് എന്ത് ചെയ്യും? അവര് ഈ പറയുന്ന പേഷ്യന്റിൽ നിന്ന് ഫീഡ്ബാക്ക് അവര് കളക്ട് ചെയ്യും. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സർവേ നടത്താം. മറ്റൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഇൻ ഹൗസ് സർവേ ആയിട്ട് നടത്താം. ദാറ്റ് മീൻസ് നമ്മുടെ ഓർഗനൈസേഷൻ കണ്ടക്ട്സ് ദ സർവേ ഡയറക്ട്ലി വിത്ത് പേഷ്യന്റ്. ഹോസ്പിറ്റലിന് നേരിട്ട് ഹോസ്പിറ്റലിനകത്ത് വെച്ച് ഹോസ്പിറ്റലിൽ തന്നെ നേരിട്ട് പേഷ്യൻസ് ആയിട്ട് ഡയറക്റ്റ് അവരുമായിട്ട് എന്ത് ചെയ്യാം? സർവേ കണ്ടക്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഏജൻസിനെ ഏൽപ്പിക്കുക. ആ ഏജൻസി ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനിടയിൽ സർവേ കണ്ടക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലും സർവേകൾ നമുക്ക് നടത്താവുന്നതാണ്. പിന്നെ നമ്മൾ പൊതുവെ ഒരു സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ കൊടുക്കും അല്ലെ? അപ്പൊ നമ്മുടെ വീടുകളിലേക്കൊക്കെ സർവേക്കൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പല പല ആവശ്യങ്ങൾക്കായിട്ടൊക്കെ സർവേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു നോട്ടീസ് പോലെ തരും അല്ലെ? ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിനകത്ത്. യെസ് ഓർ നോ അല്ലെ? യെസ് ആണെങ്കിൽ ടിക്ക് ചെയ്യുക, നോ ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അങ്ങനെ ആ രീതിയിലൊരു ക്വസ്റ്റ്യനെയർ ഫോമിലാണ് പൊതുവെ സർവേകൾ കണ്ടക്ട് ചെയ്യുക അല്ലെ? അല്ലാണ്ട് വലിയ സെന്റൻസിൽ നമ്മുടെ അഭിപ്രായം അറിയിക്കാൻ രീതിയിലുള്ള നോട്ടീസുകളല്ല അവർ തരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. യെസ് ഓർ നോ പോലത്തെയുള്ള ക്വസ്റ്റ്യനെയർ ആയിരിക്കും തരിക. അതാണ് അവിടെ പറയുന്നത്. ചെറിയൊരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ല, പക്ഷെ നമുക്ക് അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. എ സർവേ ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻസ് ഈസ് പ്രൊവൈഡ് ടു ദ പേഷ്യന്റ്. കണ്ടോ? ഒരു സർവേ ക്വസ്റ്റ്യനെയർ അതിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യും. സോ നമ്മൾ അതിൽ നിന്ന് അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് നമുക്ക് അവസാനം ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് കസ്റ്റമർ കംപ്ലൈന്റ്സ് കേട്ടോ. ഇവിടെ ചെറിയൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. ആ കോട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ഇസാഡോ ഷാർപ്പ് ഇല്ല, ഇസാഡോ ഷാർപ്പ് എനിക്ക് തന്നെ ക്ലിയർ അല്ലാത്തത്. ഓക്കെ,
ഇസാഡോർ ഷാർപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് കംപ്ലൈന്റ് കസ്റ്റമർ കംപ്ലൈന്റ് ആയിട്ട്. ഇറ്റ് ഈസ് നോട്ട് ദ കംപ്ലൈന്റ് ദ കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം. കംപ്ലൈന്റ് അല്ല ഒരിക്കലും നമ്മൾ ഓർക്കുന്നത്, പകരം അതിന്റെ ഔട്ട്കം ആണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു കോട്ട് ഓർത്തുവെക്കില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതൊരു ആരാണ് ഈ ഒരു കോട്ട് മുന്നോട്ട് വെച്ചത്? ഇസാഡോർ ഷാർപ്പാണ് കേട്ടോ. ഇറ്റ് ഇസ് നോട്ട് കംപ്ലൈന്റ് ദ കസ്റ്റമർ റിമെമ്പേഴ്സ് ബട്ട് ദ ഔട്ട്കം. നമ്മളൊരു പരാതികളല്ല നമ്മൾ ഓർക്കുന്നത്, ആ പരാതിയിൽ നിന്നും നമ്മൾക്ക് നേടിയെടുക്കുന്ന നമ്മുടെ ഔട്ട്കം എന്താണ്, നമ്മുടെ റിസൾട്ട് എന്താണ്, അതിനാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് ആ ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും ഇൻഡിക്കേറ്റേഴ്സുകൾ പഠിച്ചു അല്ലെ. ഇനി ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സും കേട്ടോ. ഓക്കെ, എന്താണ് അർജുൻ ചോദിക്കുന്നത്? ആ ഒരു കോട്ട് ഇമ്പോർട്ടന്റ് ആണോ അല്ലെ? ഓക്കെ, ആ കോട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആ കോട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇൻ കേസ് ചിലപ്പോൾ ആ കോട്ട് തന്നിട്ട് ആരാണത് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയണല്ലോ. ഓക്കെ, നമ്മൾ ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ ആ ഒരു കോട്ടും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഇനി ഏതൊക്കെ രീതിയിലാണ് പബ്ലിക് റിലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ കുറച്ച് പോയിന്റുകളായിട്ട് തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് അല്ലെ. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് അതെങ്ങനെയാണ് പബ്ലിക് റിലേഷനെ എഫക്ട് ചെയ്യുന്നത് നോക്കി. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻ കേട്ടോ. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻ അല്ലെ. നമുക്ക് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ട് അല്ലെ. നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പരാതികൾ കിട്ടും, ഒരുപാട് കംപ്ലൈന്റുകൾ വരും. അതേസമയം പബ്ലിക് റിലേഷൻ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സേവനങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലൈന്റ്സുകൾ കുറവായിരിക്കും. ഓക്കെ, ടെക്സ്റ്റിൽ ഫുള്ള് സെന്റൻസ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ. സ്ക്രീനിൽ കാണാനോ നിങ്ങൾക്ക്, അതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. ടെക്സ്റ്റിൽ ഇല്ലാത്തവർ എഴുതിയെടുക്കാം. എന്താണ്? അതൊരു പോയിന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ് ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. നമുക്ക് നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്താൽ എഴുതാവുന്ന കാര്യമുള്ളൂ അല്ലെ. ഇനിയിപ്പോ ചിലപ്പോ അത് മാറ്റി മറിച്ചൊക്കെ തരാം. നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഡാഷ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. എന്താണ്? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് അല്ലെ. കംപ്ലൈന്റ്സിന്റെ എണ്ണം കുറവാണെങ്കിൽ എന്റെ അർത്ഥം എന്താണ്? അവിടെ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് ജനറൽ ഒപ്പീനിയൻ പോൾ ആണ് അല്ലെ. അതായത് നമുക്കറിയാം ആ ഒരു ഹെൽത്ത് സർവീസിനെ പറ്റിയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഓവറോൾ പെർസെപ്ഷൻ ആണ് നമ്മൾ അവിടെ കണക്കിലെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. മോസ്റ്റ്ലി പെർടെയിൻസ് ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ, സിറ്റുവേഷൻ ഓർ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ആൻ ആൻസർ. അതായത് നമ്മൾ ഒരു ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ഹെൽത്ത് സർവീസിനെ പറ്റി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ പ്രോബ്ലമോ നമ്മൾ പൊതുജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്ലെ. എന്നിട്ട് അവരുടെ അഭിപ്രായം നമ്മൾ എടുക്കുകയാണ് അല്ലെ. അതിനെയാണ് നമ്മൾ ജനറൽ ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ വേറെ പോയിന്റ് ഒന്നുമില്ല കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. ഓക്കെ, അടുത്തത് നോക്കിയേ, എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫർട്ട് ബൈ കമ്മ്യൂണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. ഹെൽത്ത് കെയർ ഇനീഷ്യേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന വോളണ്ടറി ആക്ടിവിറ്റീസില് കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ഇൻവോൾവ്മെന്റ്, പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്, അതിന്റെ എക്സ്റ്റൻഷൻ നോക്കിക്കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും?
ഈ പറയുന്ന പബ്ലിക് റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആരാണ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാല്, അഥവാ വോളണ്ടറി കോർപ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? Voluntary corps or volunteers are the public spirited and service minded people providing extra services. അല്ലെ? അതെ, നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിന് എക്സ്ട്രാ സർവീസുകൾ എല്ലാം കൊടുക്കുന്ന പൊതുബോധവും സേവന മനോഭാവവും ഉള്ള ആളുകളെയാണ് നമ്മൾ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ? വോളണ്ടറി കോർപ്സ് അഥവാ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. They are the public spirited and service minded people ആണ്. അല്ലെ? പ്രൊവൈഡിങ് എക്സ്ട്രാ സർവീസസ്. അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിലെ സേവനങ്ങൾ ഈ പറയുന്ന അതിന് പുറമെ എക്സ്ട്രാ സേവനങ്ങളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുബോധവും സേവന മനോഭാവവും ഉള്ള ആളുകളെയാണ് നമ്മൾ വോളണ്ടറി കോർപ്സ് അഥവാ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് പേഷ്യൻസിനെ? They help patients and host things in patient care areas. അല്ലെ? നമ്മൾ ഈ പറയുന്ന എന്താണ് രോഗികളുടെ ആ ഒരു കെയറിംഗ് പ്രോസസ്സിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഹെൽപ്പുകളും അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്നത് ആരായിരിക്കും? ഈ പറയുന്ന വോളണ്ടിയേഴ്സ് ആയിരിക്കും. നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണ്? മൂന്നാമത്തെ പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ദ പബ്ലിക് റിലേഷൻസ്. അല്ലെ? മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളിലോട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്നും ആളുകള് എന്താണ് സ്വമേധയാ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിന് നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? ഫസ്റ്റ് എന്തായിരുന്നു? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. സെക്കൻഡ് പോയിന്റ് എന്താണ്? മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതൊക്കെ പോയിന്റുകളാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. അടുത്തതാണ് സ്റ്റാഫ് ടേൺ ഓവർ. അല്ലെ? നോക്കാം, ടേൺ ഓവർ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് an indication of good public relations of the ഓർഗനൈസേഷൻ. അല്ലെ? മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫുകൾ. അല്ലെ? സ്റ്റാഫുകള് ടേൺ ഓവർ റേറ്റ് കുറവാണ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? അതായത് നമ്മൾ ഈ പറയുന്ന ജോലി മതിയാക്കി ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്ന ആളുകളില് അതിനെയാണ് നമ്മൾ മതിയാക്കി പോകുന്നതിനെയാണ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അല്ലെ? അതിപ്പോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. ചിലപ്പോ അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസിന്റെ എന്തെങ്കിലും അപാകതകൾ കൊണ്ടായിരിക്കാം എന്ത് ചെയ്യുന്നത്? ടേൺ ഓവർ റേറ്റ് കൂടുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? മിനിമൽ ടേൺ ഓവർ. അല്ലെ? മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഗുഡ് പബ്ലിക് റിലേഷൻ ആണ്. അല്ലെ? കുറവ്, അതായത് ആളുകൾ അതിന് ടേൺ ഓവർ ചെയ്തു പോകുന്നില്ല, അവിടെ തന്നെ അവര് എന്താണ് റിട്ടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഹോസ്പിറ്റലിന് നല്ലൊരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. സോ അതാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. എന്താണ്? മിനിമൽ ടേൺ. ചിലപ്പോ മാക്സിമം എന്നാണെങ്കിൽ മാറ്റി എഴുതേണ്ടി വരും കേട്ടോ. അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണം. മിനിമൽ ടേൺ ഓവർ ഓഫ് എന്താണ് സ്റ്റാഫ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഗുഡ് പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. കിട്ടിയല്ലോ മൂന്നാമത്തെ പോയിന്റ്. അടുത്തത് കേട്ടോ, നാലാമത്തത് കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ ദ പേഷ്യൻസ്. അല്ലെ? നേരത്തെ പറഞ്ഞതാണ്, higher patient turn up when patients are reminded of their appointment as a text message, email or over the phone. And better the relation or contact with the patient, more consistent will be the patient's attendance. അല്ലെ? അതായത് എന്താണ് പറയുന്നത്? നമുക്കറിയാം, നമ്മളിപ്പോ ഒരു പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് പൊതുവെ ഇന്നിപ്പോ ടെക്സ്റ്റ് മെസ്സേജ് കാര്യങ്ങൾ വരും. അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെയാണ്, ഇതെല്ലാം ഓൺലൈൻ ആയിട്ടാണ്. അപ്പൊ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അപ്പൊ തന്നെ നമ്മുടെ ഫോണിൽ മെസ്സേജ് വരും. അല്ലെ? ഇന്ന ദിവസം നിങ്ങളുടെ ഡോക്ടറായിട്ട് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ മെസ്സേജ് വരാം. ശരിക്കും ആ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു റിമൈൻഡർ ആണ്, നമ്മളെ ഒരു ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ റിമൈൻഡ് ചെയ്യുന്നതിനുള്ള മെസ്സേജസ് ആണ്. അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ റിമൈൻഡ് ചെയ്യിക്കുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജിലൂടെ, ഇമെയിൽസിലൂടെയൊക്കെ, ഫോണിലൂടെയൊക്കെ നമ്മൾ റിമൈൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത് മറക്കില്ല. നമ്മൾ അവിടെ വരും. അല്ലെ? ഹോസ്പിറ്റലിൽ വരും. അവിടെ നമുക്ക് അപ്പൊ അവിടെ ആ ഒരു അതാണ് പറയുന്നത്, പേഷ്യന്റ് ടേൺ അപ്പ് അവിടെ കൂടും. അല്ലെ? അപ്പൊ നമ്മളിപ്പോ പഠിക്കാനുള്ള പോയിന്റ് ഇതാണ്, നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഇതാണ്, ബെറ്റർ ദ റിലേഷൻ ഓർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ്. പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്, നല്ലൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ more consistent will be the patient's attendance. പേഷ്യന്റിന്റെ അറ്റൻഡൻസ് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും, ഒരു സ്ഥിരത ഉണ്ടായിരിക്കും. അല്ലെ? അപ്പൊ അതിന് നമ്മൾക്ക് കിട്ടുന്ന പോയിന്റ് എന്താണ്? അതായത് മോർ കൺസിസ്റ്റന്റ് ദ പേഷ്യൻസ് അറ്റൻഡൻസ്,
better is the public relation. Okay, കിട്ടിയോ? നാലാമത്തെ അല്ലേ? നാലല്ല, അഞ്ചാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തൊക്കെയാണ്? ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, better is the public relation അല്ലെ. more volunteerism in a hospital, better the public relation. പിന്നെ minimal turnover of the staff indicates എന്താണ്? good public relation of the organization. നാലാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ എന്താണ്? അതായത് more consistency in the attendance of a patients, better is the public relation. നാലാമത്തെ പോയിന്റ് ആണ് കേട്ടോ ഈ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ? ഇതുവരെയുള്ള കാര്യങ്ങൾ ഓക്കെയാണോ? ക്ലിയർ ആണ്? അങ്ങനെയുള്ള അതൊക്കെ മാത്രമല്ലോ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പറഞ്ഞില്ല, അതിൽ പോയിന്റുകൾ വളരെ കുറവാണ്. പേജസ് കുറെ പോകുന്നുണ്ട്, പക്ഷെ പോയിന്റ്സ് കുറവാണ് കേട്ടോ. ഇപ്പൊ ഈ പോയിന്റുകൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ വരുന്നതാണ് ഡൊണേഷൻസ്. നമ്മൾ പറഞ്ഞു കൂടുതൽ ഡൊണേഷൻസ് വരിക എന്ന് പറഞ്ഞാല് ആ ഒരു ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ട് ഇസ് ദ സപ്പോർട്ട് ഫ്രം ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടിന്റെ ഭാഗമാണ് ഡൊണേഷൻസ്. അപ്പൊ കൂടുതൽ ഡൊണേഷൻസ് ഒരു ഹോസ്പിറ്റലിലോട്ട് വരുന്നു എന്ന് പറഞ്ഞാല് ആ ഹോസ്പിറ്റലിന് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ഒരുപാടുണ്ട്. ദാറ്റ് മീൻസ് ആ ഹോസ്പിറ്റലിന് കമ്മ്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഹോസ്പിറ്റൽസ് പ്രൈമറി മിഷൻ is to treat and rehabilitate ill patients. Sometimes both the hospital and patient might fail to meet up with the charges needed for this. Donation and charitable contributions from the public come in handy in such vital situations. ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം രോഗികളെ ചികിത്സിക്കുക, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ പേഷ്യൻസിനും എന്താണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന അവരുടെ ആ ഒരു ചികിത്സാ ചെലവുകൾ ഒരുപക്ഷെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളില് നമുക്ക് ഈ പബ്ലിക്കിൽ നിന്ന് ലഭിക്കുന്ന ഡൊണേഷൻസുകള്, ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻസ് ആണ് അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഏറെ സഹായിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, മോർ ഡൊണേഷൻസ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഇൻ പേഷ്യൻസ് ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് അഥവാ ലാമ, ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ. അവിടെ എന്താണ് നോക്കാം. when an inpatient expresses the desires to live against the advice. അതെ അതെ അതെ, എന്താണ് അഞ്ചാമത്തെ പോയിന്റ്? ഡൊണേഷന്റെ അല്ല കേട്ടോ. ഡൊണേഷന്റെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ലാമ എന്നുള്ളത്, ലാമ നമ്മളിപ്പോ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, അത് അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഞാൻ ലാസ്റ്റ് ആ പോയിന്റുകൾ മാത്രമായിട്ട് ജസ്റ്റ് ഞാൻ പറയാം, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇന്ന് ശ്രദ്ധിക്കാം. when an inpatient expresses the desires to live against the advice of the physician, AMA procedure is explained and the patient or responsible party signs the AMA form, thus accepting the responsibility for their decision and it becomes a part of the medical records. അതായത് ഒരു AMA പ്രൊസീജിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. AMA എന്ന് വെച്ചാൽ എന്താണ്? അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. ഇപ്പൊ ഒരു പേഷ്യന്റ് ആ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് ആ ഒരു ഹോസ്പിറ്റൽ ലീവ് ചെയ്യാനായിട്ട് അവര് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെ നേരിട്ട് ഡിസ്ചാർജ് ചെയ്ത് വിടുകയല്ല ചെയ്യാം. പകരം നമ്മൾ എന്ത് ചെയ്യും? AMA പ്രൊസീജിയർ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. AMA പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് നമ്മുടെ പേഷ്യന്റുമായിട്ട് സംസാരിക്കും. അതിനുശേഷം ഒന്നുകിൽ പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കക്ഷിയുടെയോ സൈൻ നമ്മൾ ആ ഒരു AMA ഫോമിനടുത്ത് വാങ്ങിക്കും. അങ്ങനെ വിട്ടുപോകുന്നത് അവരുടെ ഉത്തരവാദിത്തമാക്കി അവിടെ മാറ്റാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? കാര്യം ഇദ്ദേഹം ലിവിംഗ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ് അല്ലെ. മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ടാണ് രോഗി വിട്ടുപോകുന്നത്. പിന്നീട് രോഗിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആരോപണങ്ങൾ ഹോസ്പിറ്റലിന്റെ മേലെ വരാനായിട്ട് പാടില്ല അല്ലെ. അതുകൊണ്ടാണ് AMA പ്രൊസീജിയർ അവിടെ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് പിന്നീട് AMA പ്രൊസീജിയറിൽ നമ്മൾ പേഷ്യന്റിന്റെയോ ബന്ധപ്പെട്ട വ്യക്തിയുടെയോ സൈൻ നമ്മൾ വാങ്ങും. എന്നിട്ടോ അത് മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമാക്കി മാറ്റും. ഇനി നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മെഡിക്കൽ റെക്കോർഡ് ഇസ് എ ലീഗൽ റെക്കോർഡാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമാക്കി നമ്മൾ ആ ഫോം മാറ്റും. കാര്യം പിന്നീട് പേഷ്യൻസിന് എന്തെങ്കിലും അവിടെ വിട്ടുപോയതിനു ശേഷം എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാല് അതിന്റെ ആരോപണങ്ങൾ ഒരു കാരണവശാലും ഹോസ്പിറ്റലിന്റെ മേല് വരാനായിട്ട് പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ AMA പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് ആണ് പറയുന്നത്
ഫിഫ്ത് പോയിന്റ് ഇതാണ്. മോർ ലാമ പേഷ്യന്റ് വേഴ്സർ ഈസ് ദ ഹോസ്പിറ്റൽസ് പബ്ലിക് റിലേഷൻ. അണ്ടർലൈൻ ചെയ്യാം. മോർ ലാമ പേഷ്യൻസ്, അതായത് കൂടുതൽ പേഷ്യൻസ് ലീവ് ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വേഴ്സർ ഈസ് ദ പബ്ലിക് റിലേഷൻ, ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ അവിടെ മോശമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് 5ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. കിട്ടിയോ? അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സുകള് ഇത്രയേ ഉള്ളൂ. 5 പോയിന്റുകളാണ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻ. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്താണ്? മോർ വോളണ്ടിയറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. ഓക്കെ. തേർഡ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? മിനിമൽ ടേൺ ഓവർ ഓഫ് ദ സ്റ്റാഫ് ഇൻഡിക്കേറ്റ്സ് ബെറ്റർ ദ പബ്ലിക് റിലേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ. 4ാമത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? എന്തായിരുന്നു പറഞ്ഞത്? ബെറ്റർ അല്ലെങ്കിൽ ബെറ്റർ കൺസിസ്റ്റൻസി ഇൻ ദ അറ്റൻഡൻസ് ഓഫ് എ പേഷ്യൻസ്, ബെറ്റർ ദ പബ്ലിക് റിലേഷൻ. ഫിഫ്ത് വൺ എന്താണ്? മോർ ലാമ പേഷ്യൻസ് വേഴ്സർ ഈസ് ദ പബ്ലിക് റിലേഷൻസ്. കേട്ടോ? ഇത്രയും പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. പിന്നെ അഡ്വൈസറി കമ്മിറ്റി എന്താന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കുറച്ചും കൂടി ഉള്ളൂ ആ ചാപ്റ്ററിനകത്ത്. അതോടുകൂടി ആ ചാപ്റ്റർ തീരും കേട്ടോ. നമ്മൾ നോക്കിയപ്പോ വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ അതിനകത്ത് കണ്ടന്റുകൾ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ലാമ എന്താണോ? ലാമ എന്താണ്? ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. ഇത് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ട്. ലാമ ലിവിങ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് പേഷ്യന്റ് സ്വമേധയാ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോകുന്നതിനെയാണ് ഈ പറയുന്നത്. ലിവിങ് അഗെയിൻസ്റ്റ് എന്താണ്? മെഡിക്കൽ അഡ്വൈസർ. ഫോർത്ത് പോയിന്റ് എന്താണ്? ബെറ്റർ കൺസിസ്റ്റൻസി ഇൻ ദ അറ്റൻഡൻസ്, അല്ലെങ്കിൽ ബെറ്റർ കൺസിസ്റ്റൻസി ഇൻ ദ അറ്റൻഡൻസ് ഓഫ് എ പേഷ്യൻസ് എന്താണ്? ബെറ്റർ ഇസ് ദ പബ്ലിക് റിലേഷൻ. അല്ലെ? അതായത് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ അറ്റൻഡൻസ്, അതിന്റെ ഒരു സ്ഥിരത, അല്ലെ? ആ ഒരു സ്ഥിരമായിട്ട് പതിവായിട്ട് ആളുകൾ അവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഹോസ്പിറ്റലിന് നല്ലൊരു റിലേഷൻ ഉണ്ടെന്നാണ് കേട്ടോ. ഇനി പോയിന്റ്സ് ഞാൻ പറയുന്നില്ല, ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതാണ് പോയിന്റ്സ് കേട്ടോ. ഇനി എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമില്ല, കാരണം ഇത്രയും പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഇനി ഉള്ളത് നിങ്ങൾ റെക്കോർഡിംഗ് ക്ലാസ് കാണാം കേട്ടോ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.